പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. തുടർച്ചയായ രണ്ടാം വർഷവും ഇന്ത്യക്കാർക്ക് 10 ലക്ഷത്തിലധികം കുടിയേറ്റ ഇതര വിസകൾ അനുവദിച്ച് US. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 5 മടങ്ങ് വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. സന്ദർശക വിസകളുടെ റെക്കോർഡ് എണ്ണം ഉൾപ്പെടെ തുടർച്ചയായി രണ്ടാം വർഷവും 10 ലക്ഷത്തിലധികം നോൺ ഇമിഗ്രന്റ് വിസകൾ നൽകിയതായി ഇന്ത്യയിലെ US മിഷൻ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 5 മടങ്ങ് വർദ്ധിച്ചു. 2024 ആദ്യ 11 മാസങ്ങളിൽ 20 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ USലേക്ക് യാത്ര ചെയ്തു. 2023 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 26% വർധനവ് രേഖപ്പെടുത്തി. 5 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് ഇതിനകം US സന്ദർശിക്കാൻ കുടിയേറ്റേതര വിസയുണ്ടെന്നും ഓരോ ദിവസവും ആയിരക്കണക്കിന് പേർക്ക് കൂടുതൽ വിസകൾ ഇഷ്യൂ ചെയ്യുമെന്നും എംബസി അറിയിച്ചു. വിനോദസഞ്ചാരം, ബിസിനസ്, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി USലേക്ക് ധാരാളം ഇന്ത്യക്കാരാണ് ഓരോ വർഷവും എത്തുന്നത്. ഈ വർഷം USലേക്ക് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ്. ഏകദേശം 3,31,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് USൽ വിവിധ കോഴ്സുകളിൽ ചേർന്നത്. കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നെങ്കിലും ഈ വർഷം 19% വർധനവുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തട്ടിപ്പ് സംഘം അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോരുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വ്യാജ സന്ദേശത്തെക്കുറിച്ച് ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സംശയകരമായ രീതിയിലുള്ള പണമിടപാട് നടന്നതായും അതിനാൽ ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുന്നതായും അറിയിച്ചുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പ് ലക്ഷ്യമിട്ടുള്ള വ്യാജ SMS സന്ദേശങ്ങൾ ലഭിക്കുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. അക്കൗണ്ട് മരവിപ്പിച്ച നടപടി പിൻവലിക്കുന്നതിനായി SMS സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ആവശ്യപ്പെടും. അതിനാൽ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം ലിങ്കുകളിൽ അടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകൾ ഔദ്യോഗിക ബാങ്ക് വെബ്സൈറ്റുകളുടേതിന് സമാനമാണ്. ഔദ്യോഗിക മുദ്രകളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതിനാൽ കബളിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. വ്യാജ വെബ്സൈറ്റുകളിൽ ബാങ്ക് വിവരങ്ങൾ നൽകുന്ന പക്ഷം അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്നതിനും ബാങ്ക് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി UAE. കരിമരുന്ന് പ്രകടനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതുവർഷത്തെ വരവേൽക്കാൻ UAE ഒരുങ്ങുമ്പോൾ വിവിധ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി എമിറേറ്റുകൾ ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ കരിമരുന്ന് പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തവണ പുതുവർഷ രാവിലും പ്രേക്ഷകരുടെ മനം കവരുന്ന 15 മിനിറ്റ് ദൈർഘ്യമുള്ള കരിമരുന്ന് പ്രയോഗത്തിനും ഡ്രോൺ പ്രദർശനത്തിനും വേണ്ടിയുള്ള അന്തിമഘട്ട തയ്യാറെടുപ്പിലാണ് റാസ് അൽ ഖൈമ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്ന സന്ദർശകർക്കും താമസക്കാർക്കും പുതുവത്സരാഘോഷം അവിസ്മരണീയമായ മുഹൂർത്തമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ദുബായിൽ പൂർത്തിയായി. ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകർന്ന നഗരത്തിലുടനീളം 45-ലധികം കരിമരുന്ന് പ്രദർശനങ്ങളാണ് പുതുവത്സര മുഹൂർത്തത്തെ വരവേൽക്കാൻ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. 36 ഐക്കണിക് ലൊക്കേഷനുകൾ നടക്കുന്ന ഈ മനോഹരമായ ഇവന്റുകളുടെ സുരക്ഷയും സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി. ദുബായിലെ ഗ്ലോബൽ വില്ലേജും 2025-ൽ 7 പടക്ക പ്രദർശനങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഘോഷങ്ങൾ നിവാസികൾക്കും സന്ദർശകർക്കും അവിസ്മരണീയമായ അനുഭവങ്ങൾ നൽകാനും രാജ്യത്തിന്റെ ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗം പ്രദർശിപ്പിക്കാനും കമ്മ്യൂണിറ്റി ആഘോഷങ്ങളിൽ ഊന്നൽ നൽകാനുമുള്ള UAEയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തായ്ലാന്റിന്റെ ഗ്ലോബൽ വിസ സംവിധാനം ജനുവരി മുതൽ ലഭ്യമാകും. സന്ദർശകർക്ക് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ വിസയ്ക്ക് അപേക്ഷിക്കാനാകും. 2025 ജനുവരി 1 മുതൽ തായ്ലൻഡിന്റെ വിദേശകാര്യ മന്ത്രാലയം ആഗോളതലത്തിൽ ഉപയോഗിക്കാവുന്ന ഇലക്ട്രോണിക് വിസ സംവിധാനം അവതരിപ്പിക്കും. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ പൂർണ്ണമായും ഓൺലൈനായി അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ ഇത് അനുവദിക്കുന്നു. എല്ലാ തായ് എംബസികളിലും കോൺസുലേറ്റ് ജനറലിലും ഈ സംവിധാനം ലഭ്യമാകും. വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കും മറ്റ് ഹ്രസ്വകാല സന്ദർശകർക്കും ഈ വിസ പ്രയോജനപ്രദമാണ്. വേഗത്തിലുള്ള വിസ പ്രോസസ്സിംഗ് സാധ്യമാക്കുമെന്ന് തായ് എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായ രേഖകളും വിവരങ്ങളും നൽകി തായ് വിസയ്ക്ക് അപേക്ഷിക്കാം. അപേക്ഷകന്റെ പാസ്പോർട്ടിന്റെ ബയോഡാറ്റ പേജിന്റെ സ്കാൻ ചെയ്ത പകർപ്പ്, 6 മാസത്തിനുള്ളിലെടുത്ത ഫോട്ടോ, നിലവിലെ താമസ സ്ഥലത്തിന്റെയോ തെളിവ്, യാത്രാ ബുക്കിംഗ് സ്ഥിരീകരണം എന്നിവ നൽകിയാൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശത്ത് ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കുന്നതിന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുതിയ ഓൺലൈൻ സേവനം ആരംഭിച്ചു.
സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു. ഖത്തർ നാഷണൽ വിഷൻ 2030 ഡിജിറ്റൽ പരിവർത്തന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, പേഴ്സണൽ സ്റ്റാറ്റസ് രേഖകൾ, നിയമരേഖകൾ തുടങ്ങി വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന രേഖകളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പാക്കുന്നതിനായി നൽകുന്ന സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾ ഇതോടെ കൂടുതൽ ലളിതമാകുന്നു. വിദേശത്തു നിന്ന് ഓൺലൈനിലൂടെ ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് പുതിയ സംവിധാനം സഹായകമാകും. വിദേശ രാജ്യങ്ങളിലെ ഖത്തറിന്റെ നയതന്ത്ര കാര്യാലയങ്ങൾ മുഖേനയോ അതാത് രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ മുഖേനയോ ഈ രേഖകളുടെ ആധികാരികത പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.